ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മാത്സിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 3 ആയിട്ട് രണ്ട് ചാപ്റ്റർ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ആദ്യം ഇക്വേഷൻസ് എല്ലാം തറമായിട്ട് പഠിക്കുക. ഓക്കെ, ഇക്വേഷൻസ് അറിയാതെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു പരിപാടിയും നടക്കൂല. അതുകൊണ്ടിട്ട് എല്ലാ ഇക്വേഷൻസും ആദ്യം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ തേർഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനും ഉണ്ട്, അതേപോലെ തന്നെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xn is equal to an plus b. ഓക്കെ, xn is equal to an plus b. ഓക്കെ, ഇതിൽ എന്താണെന്നൊക്കെ അറിയാലോ. എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് മൈനസ് എ ആണ്. ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് എ, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസിനെയാണ് ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കണമെങ്കിൽ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ? Sn is equal to a/2 n square plus f minus a/2 n. ഓക്കെ, ഇതാണ് സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. a/2 n square plus f minus a/2 n. ഓക്കെ, എ എന്താണെന്ന് അറിയാതെ കോമൺ ഡിഫറൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ ഇതാണ് സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും അറിയാതെ ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയേ ഉള്ളൂ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, n/2 ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. ഓക്കെ അല്ലേ, ഇതാണ് എന്ത്? സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏതൊരു സീക്വൻസിന്റെയും സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മളെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ അല്ലേ. ഇനി ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഈവൻ നമ്പേഴ്സിന്റെ n ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, അതേപോലെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകണേണ്. എന്താ ഫസ്റ്റ് ചോദ്യം? എന്താ? ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 3n സ്ക്വയർ പ്ലസ് 6n. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ കുറച്ച് പേരുടെ സമ്മ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇത് മക്കളെ ഇതെല്ലാവരും ശ്രദ്ധിക്കാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് പറയുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ആരുടെ? സമ്മിന്റെ ഓൾജിബ്രായിക്. രണ്ട് തരം ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഉണ്ട്, സീക്വൻസിന്റെ ഉണ്ട്, സമ്മിന്റെ ഉണ്ട്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. Sn is equal to എത്രയാണ്? 3n സ്ക്വയർ പ്ലസ് 6n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് എ കണ്ടുപിടിക്കാൻ എങ്ങനെയാ നമ്മൾ n സ്ക്വയർ ഇല്ലേ, n സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഡബിൾ ആയിരിക്കും എന്ത്? കോമൺ ഡിഫറൻസ്. എപ്പോ? സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ n സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഡബിൾ. ഓക്കെ, ഇവിടെ n സ്ക്വയറിന്റെ കൂടെ 3 ആണ്. അപ്പൊ 3ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 3 × 2 എത്ര? 6. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. ഓക്കെ അല്ലേ. ഇനി വാട്ട് ഈസ് ദ ഇനി എന്താ വേണ്ട നമുക്ക്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് ആണ് ഇതുണ്ട് അല്ലേ. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്താ? xn is equal to
എ എൻ പ്ലസ് ബി ആണ്, എ എൻ പ്ലസ് ബി അല്ലേ. അപ്പൊ എ എൻ പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് എയും വേണം ബിയും വേണം. ബി എന്താ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ. ഫസ്റ്റ് ടേമും കൂടി അറിയാം, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സമ്മിന്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ ഇല്ലേ, സമ്മിന്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷനിൽ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അതിപ്പോൾ സമ്മിന്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, സീക്വൻസിന്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷന്റെ എന്നിലേക്ക് എന്തിട്ട് കൊടുക്കുന്നത്, 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു n സ്ക്വയറിന് പകരം 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1. അപ്പോൾ 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 6 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 6, 3 പ്ലസ് 6 ഈക്വൽ ടു 9. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിയ എത്രയാണ്, 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസിന്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ എന്ന് പറയുമ്പോൾ 6n പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താ, എഫ് മൈനസ് എ ആണ് അല്ലേ. അപ്പോൾ 6n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം 9ഉം കോമൺ ഡിഫറൻസ് 6ഉം. ഓക്കെ അല്ലേ. അപ്പോൾ 6n പ്ലസ് 9 മൈനസ് 6 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 6n പ്ലസ് 3. അപ്പോൾ ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 6n പ്ലസ് 3, then the sum of first 20 terms of the sequence is 1320. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് തന്നിട്ടുണ്ട്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാ, 6n പ്ലസ് 3. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 6n പ്ലസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. then the sum of first 20 terms of the sequence is 1320. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൽ ആദ്യത്തെ 20 പേരെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും, 1320 കിട്ടും. ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് എന്ത്, x1 പ്ലസ് xn. ഇതാണ് എന്ത്, സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ശരിയല്ലേ. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n വേണം, x1 വേണം, x2 xn വേണം അല്ലേ. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേം, അത് നമുക്കറിയാം 20 ആണ്. 20 ടേംസിന് സമ്മാണ്. അപ്പം n എന്ന് പറയുമ്പോൾ 20 ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയണം. ഇതറിയില്ലല്ലോ. നമുക്ക് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ അതിൽ തന്നിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേമും നമുക്ക് ഇഷ്ടമുള്ള ടേം കണ്ടുപിടിക്കാം അല്ലേ. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഒക്കെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, x1 കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, നമ്മളെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 6n പ്ലസ് 3 ആണ്. ഇതിലേക്ക് n-ന് പകരം എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 1 6 പ്ലസ് 3 അതായത് 9 കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടേം അപ്പോൾ എത്രയാണ്, 9 ആണ്. ഇനി ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം, xn കണ്ടുപിടിക്കാം. ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 20 പേരുടെ സമ്മല്ലേ പറയുന്നത്. അപ്പം ലാസ്റ്റത്തെ ആളാരാ, 20ാമത്തെ ആളാണ്. ഓക്കെ, അപ്പം x20 എന്ന് പറയുമ്പോൾ എത്രയാ, 6 ഇൻറ്റു 20 പ്ലസ് 3. n-ന് പകരം 20 ഇട്ട് കൊടുക്കാം. 6 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 120 പ്ലസ് 3. ഓക്കെ അല്ലേ, 123. ഓക്കെ, 20ാമത്തെ ടേം എത്രയാ, 123 ആണ്. ഓക്കെ, ഇനി സമ്മ് കണ്ടുപിടിക്കാലോ. അപ്പോൾ എത്ര കിട്ടും, n/2 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്ന് പറയുമ്പോൾ 9 പ്ലസ് x1 എന്ന് പറയുമ്പോൾ 9 പ്ലസ് xn എന്ന് പറയുമ്പോൾ 123. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര കിട്ടും, 20/2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 123 പ്ലസ് 9. ഓക്കെ, അതായത് 132 കിട്ടും. ശരിയല്ലേ, 132. അപ്പോൾ 132 ഇൻറ്റു 10 ചെയ്താൽ 1320. ശരിയല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര കിട്ടുന്ന, 1320 കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ സമ്മ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1320 കിട്ടി. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഓക്കെ, ഇനി എന്താ സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വായിക്കണേണ്. ഓക്കെ, ഇനി എന്താ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താ, if the algebraic form of the arithmetic sequence is an plus b, then the sum of first n terms is an into n plus 1 plus bn. ഓക്കെ, ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനെ നമ്മൾ an പ്ലസ് ബി എന്നെടുത്ത് കഴിഞ്ഞാൽ, ഓക്കെ അല്ലേ, an പ്ലസ് ബി ഇതേ ഒരു ഫോമിൽ തന്നെ നമുക്ക് ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി, ഓൾജിബ്രായിക് എക്സ്പ്രഷനും ഈ പറഞ്ഞിരിക്കുന്ന an പ്ലസ് ബി അല്ലേ, രണ്ടും ഒരേ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
തന്നിരിക്കുന്ന സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ an+b എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ അതിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ഞാൻ പറഞ്ഞു സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ, ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ സം ആണ്. ഓക്കെ, ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ സം എത്രയാണെന്നാണ് പറയുന്നത്, an+n+1/2 + bn എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ അറിയാം, കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം, 6 ആണെന്ന് അറിയാം അല്ലെ, കോമൺ ഡിഫറൻസ് 6 ആണെന്ന് അറിയാം. അതെങ്ങനെ അറിയാം, ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്നിന്റെ കൂടെയുള്ള ആളാണ് എന്ത്, കോമൺ ഡിഫറൻസ്. അപ്പൊ എന്നിന്റെ കൂടെ ഇവിടെ 6 ആണ്, അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്, 6 ആണ്. ഓക്കെ അല്ലേ, സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ n² കൂടെയുള്ള ആളുടെ ഡബിൾ എടുക്കണം. ഓക്കെ അല്ലേ, സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ എന്നിന്റെ കൂടെയുള്ള ആളാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം അല്ലെ, ഫസ്റ്റ് ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, ഫസ്റ്റ് ടേം എത്രയാണ്, 9 ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഇവർ ഈ പറയുന്ന ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് നമുക്ക് 20 പേരെ സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ 1320 കിട്ടണമെങ്കിൽ നമുക്ക് അത് ട്രൂ ആണെന്ന് പറയാമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുന്നത് Sn = അവർ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ an×n+1/2 + bn. ഓക്കെ അല്ലേ, നമുക്ക് ഇട്ട് കൊടുക്കാം. a എന്ന് പറയുമ്പോൾ 6 × n എന്ന് പറയുമ്പോൾ 20, നമ്മൾ 20 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കാം. അപ്പോൾ 6 × 20 × 20 + 1 / 2 + b എന്ന് പറഞ്ഞാൽ എന്താ, f - a, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ b എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്ര കിട്ടും, 9 - 6 എന്ന് പറയുമ്പോൾ 3 × 20. ഓക്കെ അല്ലേ, 3 × 20. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 6 × 20 എന്ന് പറയുമ്പോൾ 120 × 20 + 1 എന്ന് പറയുമ്പോൾ 21 / 2 + 3 × 20 എന്ന് പറയുമ്പോൾ 60. ഓക്കെ അല്ലേ, 120 × 21 അല്ലെ, 120 × 21 ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഈ 120യും 2ഉം ക്യാൻസൽ ചെയ്യാം, 2ന്റെ ടേബിൾ 2 പ്രാവശ്യം പോവും, 120 60 പ്രാവശ്യവും പോവും. ഓക്കെ അല്ലേ, അപ്പോൾ 60 × 21 + 60. ഓക്കെ അല്ലേ, 60 × 21 + 60 എത്ര ഇടും മക്കളെ, 60 × 21 ചെയ്യുമ്പോൾ എത്ര ഇടും, 0 6 2 × 0 2 × 6 120 12 0 6 1 2 അല്ലേ, എത്ര ഇടി, 1260 + 60, 1260 + 60 ചെയ്താൽ എത്ര ഇടും, 6 6 12 അല്ലേ, എത്ര കിട്ടി, 1320 കിട്ടി. ശരിയല്ലേ, അവർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സമ്മും 1320 തന്നെയല്ലേ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു സീക്വൻസിന്റെ കോമൺ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ an+b ആണെങ്കിൽ അതിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരിക്കും, an×n+1 + n+1/2 + bn ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമ്മളപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെറുതെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കൃത്യമായിട്ടുള്ള സമ്മ് തന്നെ കിട്ടി. അതിന്റെ അർത്ഥം സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താം. Both statements are true and statement 2 is the correct explanation of statement 1. ഓക്കെ, അതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ, if the algebraic form of the sum of arithmetic sequence is 2n² + n, then the algebraic form of the sequence is 4n+1. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സീക്വൻസിന്റെ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, algebraic form of sum of an arithmetic sequence. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്, എന്തിന്റെ, സമ്മിന്റെ. ഓക്കെ, സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയാണെന്ന് പറഞ്ഞാൽ 2n² + n ആണെങ്കിൽ അതിന്റെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയായിരിക്കും എന്നാ പറയണം, 4n+1 ആയിരിക്കും എന്നാ പറയണത് അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അവർ തന്നിട്ടുണ്ട്, എത്രയാണ്, 2n² + n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്തായിരിക്കും കോമൺ ഡിഫറൻസ്, സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ n² കൂടെയുള്ള ആളുടെ ഡബിൾ, n² കൂടെ ഇവിടെ 2 ആണ്, അപ്പോൾ 2ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്രയാ, 4. ഓക്കെ അല്ലേ, ഇനി എന്താ വേണ്ട, ഫസ്റ്റ് ടേം അല്ലേ, നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 × 1² + 1. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 2 × 1² എന്ന് പറയുമ്പോൾ 2
പ്ലസ് 1. അപ്പോൾ എത്ര കിട്ടും? 3. ഓക്കെ അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 4ഉം ഫസ്റ്റ് ടേം എത്രയാണ്? 3യുമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എൻ ഇസ് ഈക്വൽ ടു നമ്മളെ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക്ക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. എ എൻ പ്ലസ് ബി അല്ലേ? അപ്പോൾ എ എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 4n പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? ബി എന്ന് പറയുമ്പോൾ എന്താ? എഫ് മൈനസ് എ ആണ്. ബി എന്ന് പറയുമ്പോൾ എഫ് മൈനസ് എ അല്ലേ? അപ്പോൾ 4n പ്ലസ് എഫ് എത്രയാ? 3 മൈനസ് എ എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പോൾ 4n പ്ലസ് 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1. അതായത് 4n മൈനസ് 1. ഓക്കെ അല്ലേ? 4n മൈനസ് 1 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ട്രൂ ആണോ? സ്റ്റേറ്റ്മെന്റ് 1ൽ പറഞ്ഞിരിക്കുന്നത് 4n പ്ലസ് 1 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അത് ശരിയാണോ മക്കളെ? അല്ല അല്ലേ? നമുക്ക് കിട്ടിയത് എത്രയാ? 4n മൈനസ് 1 ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താ? റോങ് ആണ്. 4n പ്ലസ് 1 അല്ല, 4n മൈനസ് 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? ഇനി സ്റ്റേറ്റ്മെന്റ് 2ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The algebraic form of the sum of arithmetic sequence with an plus b is pn square plus qn. pn square plus qn ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. where p is equal to a by 2 and q is equal to a by 2 plus b. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ശരിയാണോ നോക്കാം. ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താ? എ എൻ പ്ലസ് ബി ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമുക്ക് നമ്മുടെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാം അല്ലേ? നമ്മുടെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 4n മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ, വേർ പി ഇസ് ഈക്വൽ ടു എ ബൈ 2, ക്യു ഇസ് ഈക്വൽ ടു എ ബൈ 2 പ്ലസ് എൻ, എ ബൈ 2 പ്ലസ് ബി. ഓക്കെ, ഇത് ശരിയാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് ഈ ഒരു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കാം. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 2n സ്ക്വയർ പ്ലസ് n തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. എസ് എൻ ഇസ് ഈക്വൽ ടു അവർ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. പി എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ 2 ആണ് അല്ലേ? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എ എത്രയാണ്? 4 ആണ്. എഫ് എത്രയാണ്? 3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് എ ബൈ 2. എ ബൈ 2 എന്ന് പറയുമ്പോൾ 4/2n സ്ക്വയർ പ്ലസ് ക്യു എൻ. ക്യു എന്ന് പറയുമ്പോൾ ക്യു എന്താ? ക്യു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എ ബൈ 2 പ്ലസ് ബി. ഓക്കെ, എ ബൈ 2 പ്ലസ് ബി ആണ് ക്യു. ഓക്കെ അല്ലേ? അപ്പോൾ എ ബൈ 2 എന്ന് പറയുമ്പോൾ 4/2 പ്ലസ് ബി. ബി എന്ന് പറയുമ്പോൾ എന്താ? ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം 3ഉം മൈനസ് കോമൺ ഡിഫറൻസ് 4ഉം, അപ്പോൾ -1. ഓക്കെ അല്ലേ? അപ്പോൾ 4/2 പ്ലസ് ബി എന്ന് പറയുമ്പോൾ -1. ഓക്കെ, ഇൻറ്റു എൻ. ഓക്കെ അല്ലേ? അപ്പോൾ 4/2 എന്ന് പറയുമ്പോൾ 2n സ്ക്വയർ പ്ലസ് 4/2 മൈനസ് 1. സോറി, 4/2 എത്രയാണെന്ന് പറയാം? 2 മൈനസ് 1. ഓക്കെ അല്ലേ? എൻ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2n സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എൻ, അതായത് 2n സ്ക്വയർ പ്ലസ് എൻ. ശരിയല്ലേ? അവർ പറഞ്ഞിരിക്കുന്നതും സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണ്? 2n സ്ക്വയർ പ്ലസ് എൻ. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ, നമ്മൾ അവർ പറഞ്ഞ ആ ഇക്വേഷനിൽ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2n സ്ക്വയർ പ്ലസ് എൻ കിട്ടി. അതായത് ഈ ഇക്വേഷൻ എന്താ? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1 എന്തായിരുന്നു? തെറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് റോങ്, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, എന്താ ചോദ്യം? സ്റ്റേറ്റ്മെന്റ് 1ൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് അരിത്മെറ്റിക് സീക്വൻസ് 3, 6, 9 ഈസ് 630. ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ 20 ടേംസ്, അതിൻ്റെ ആദ്യത്തെ 20 ടേംസിന്റെ സം എത്രയാണ്? 630 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സീക്വൻസിൽ ഇപ്പോൾ എന്തൊക്കെ അറിയാം? 3, 6, 9 അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാം. എത്രയാണ്? 3 ആണ്. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ട? സം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സമ്മിൻ്റെ ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ശരിയല്ലേ? ഫസ്റ്റ് ടേമും അറിയണം, ലാസ്റ്റ് ടേമും അറിയണം അല്ലേ? ലാസ്റ്റ് ടേം അറിയില്ല. ലാസ്റ്റ് ടേം നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. 20ാമത്തെ ടേമില്ലേ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാ?
അറിയാത്ത ഒരു ടേമിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ xn is equal to an plus b അല്ലേ നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അറിയാത്ത ഒരു ടേമിനെ കണ്ടുപിടിക്കാം. 20ാമത്തെ ടേമിനെ കണ്ടുപിടിക്കാനായിട്ട് a 3 into 20 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എഫ് മൈനസ് എ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 3 into 20 എന്ന് പറയുമ്പോൾ 60 പ്ലസ് എഫ് മൈനസ് എ എന്ന് പറയുമ്പോൾ 3 minus 3. ഓക്കെ അല്ലേ? അപ്പോൾ 60 പ്ലസ് 0 അതായത് 60. ഓക്കെ അല്ലേ? അപ്പോൾ 20ാമത്തെ ടേം എത്രയാണ്? 60. ഇനി നമുക്ക് സമ്മ കണ്ടുപിടിക്കാമല്ലോ. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ SN is equal to n/2. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് 20 പേരെ സമ്മാണ്. അപ്പോൾ n 20 20/2 ഇൻറ്റു x1 3 പ്ലസ് ലാസ്റ്റ് ടേം xn 20ാമത്തെ ടേം എത്രയാണ്? 60. ഓക്കെ അല്ലേ? 20/2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 3 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 63 ഈക്വൽ ടു എത്ര കിട്ടും? 630. ശരിയല്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതും എത്രയാ? 20 പേരെ സമ്മ് 630 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ? ദ സം ഓഫ് ഫസ്റ്റ് n മൾട്ടിപ്പിൾസ് ഓഫ് 3 is 3n into n plus 1/2. ഓക്കെ, അവർ പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾസ് ഓക്കെ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു സീക്വൻസ് എടുത്താൽ അതിലെ n ടേംസിന്റെ സമ്മ് നമുക്ക് എന്ത് ഇക്വേഷൻ വെച്ച് കാണിക്കാം? 3n into n plus 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണിക്കാം. അല്ലെങ്കിൽ 3n into n plus 1/2 എന്ന് പറയുന്നത് എന്താ? 3ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മിന്റെ ഇക്വേഷൻ ആണ് എന്നാണ് അവർ പറയുന്നത്. ശരിയാണോ? നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി സമ്മ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ സമ്മ് കിട്ടുന്നുണ്ടാവും. നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സമ്മ് തന്നെ കിട്ടുന്നുണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ സീക്വൻസ് എന്താ? 3ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. നമ്മളെ സീക്വൻസ് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ അവർ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ? 3n into n plus 1/2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. 3 into n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് 20. ഓക്കെ, ഇൻറ്റു 20 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? 3 into 20 എന്ന് പറയുമ്പോൾ 60 into 20 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 21 ഡിവൈഡ് ബൈ 2. 60 into 20 നമുക്ക് ഇവിടെ 2ഉം 60ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 30. ഓക്കെ അല്ലേ? അപ്പോൾ 30 into 21. ഓക്കെ അല്ലേ? 30 into 21 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 1 into 3 3 2 into 0 0 2 into 3 6 അല്ലേ? 630 കിട്ടും. ഓക്കെ, 630 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സമ്മും ഇതും സെയിം അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം സം ഓഫ് n മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുന്നത് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം? 3n plus 1 3n into n plus 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം both the statements are true and statement 2 is the correct explanation of statement 1. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം 2 സീക്വൻസ് ആണ് നമുക്ക് അല്ലേ? 63 65 67 and 3, 10, 17 are 2 arithmetic sequence. Okay, can any term the terms of the sequence in the same position are equal? Okay, ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 ടേമുകൾ ഏതെങ്കിലും ഒരേ പൊസിഷനിലുള്ള 2 ടേമുകൾ എന്താകുമോ? ഈക്വൽ ആകുമോ എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പേരുടെയും 2 സീക്വൻസിൻ്റെയും എന്ത് ചെയ്യുക? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. എന്തിൻ്റെ? സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റത്തെ സീക്വൻസ് എടുക്കാം. 63 65 67 അല്ലേ? ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? ഫസ്റ്റ് ടേം എത്രയാണ്? 63. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് ചെയ്താൽ xn is equal to an plus b. ഓക്കെ അല്ലേ? a എന്ന് പറയുമ്പോൾ 2, n plus b എന്ന് പറയുമ്പോൾ f minus a. ഓക്കെ അല്ലേ? അപ്പോൾ 2n plus f എന്ന് പറയുമ്പോൾ 63 മൈനസ് a എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2n plus 61 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അതേപോലെ നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് എടുക്കാം. രണ്ടാമത്തെ സീക്വൻസ് എത്രയാണ്? 3, 10, 17. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ സീക്വൻസ് അല്ലേ? അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ എന്തൊക്കെ അറിയാം? കോമൺ ഡിഫറൻസ് നമുക്കറിയാം 7 ആണ്. ഫസ്റ്റ് ടേം നമുക്കറിയാം 3 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ xn is equal to an plus b. an എന്ന് പറയുമ്പോൾ 7n പ്ലസ് b എന്ന് പറയുമ്പോൾ f മൈനസ് a. ഓക്കെ അല്ലേ? അപ്പോൾ 7n പ്ലസ് ഫസ്റ്റ് ടേം 3 മൈനസ് കോമൺ ഡിഫറൻസ് 7. ഓക്കെ, 7n പ്ലസ് 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ -4. ഓക്കെ അല്ലേ?
7n മൈനസ് 4 എന്ന് കിട്ടി രണ്ടാമത്തെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് സീക്വൻസിലെയും ഏതെങ്കിലും ഒരേ പൊസിഷനിൽ വരുന്ന ആളുകൾ സെയിം ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരേ പൊസിഷനിൽ വരുന്ന രണ്ട് ടേമുകൾ സെയിം ആകുമോ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓക്കെ, ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ രണ്ട് ടേംസ് ഈക്വൽ ആണെന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ അല്ലേ? രണ്ട് ടേമുകൾ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, നമ്മളിലിപ്പോൾ രണ്ടുപേരുടെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഓക്കെ, രണ്ടുപേരുടെയും എക്സിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. എക്സിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ടേമിനെ ഡിനോട്ട് ചെയ്യാൻ അല്ലേ? എക്സ് എൻ എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസിലെ ഏതോ ഒരു nth ടേമിന്റെ ഫോമാണ് 2n+61. ഓക്കെ അല്ലേ? അതേപോലെ രണ്ടാമത്തെ സീക്വൻസിലെ ഏതോ ഒരു ടേമിന്റെ ഫോമാണ് x7n-4. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യണം രണ്ട് പേരും സെയിം ആണെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? 2n+61 എന്ന് പറയുന്ന ആദ്യത്തെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തിനോട് ഈക്വൽ ആണ്? 7n-4 എന്ന് പറയുന്ന രണ്ടാമത്തതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനോട് ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ എഴുതി കൂടെ? കാര്യം എന്താ? ഇത് ഒരു ടേമാണ്, എക്സ് എന്ന് പറയുന്ന ഒരു ടേമാണ്, ഇതും വേറൊരു ടേമാണ്. ശരിയല്ലേ? രണ്ടാമത്തെ സീക്വൻസിലെ വേറൊരു ടേമാണ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് അങ്ങനെ അസ്യൂം ചെയ്യണതാണ്. ഓക്കെ, ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളത് അസ്യൂം ചെയ്ത് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. എന്താ? 2n അപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ? ഈ -4 അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇവിടെ ഓൾറെഡി 61 ഉണ്ട്, -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ആയി. ഈക്വൽ ടു 7n ഉണ്ട്, 2n ഇങ്ങോട്ട് വരുമ്പോൾ -2n ആയി. ഓക്കെ, 61 + 4 എന്ന് പറയുമ്പോൾ 65 is equal to 7n - 2n എന്ന് പറയുമ്പോൾ 5n. ഓക്കെ, അപ്പൊ 65 ഈ 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 65 / 5 is equal to n. ഓക്കെ അല്ലേ? 65 / 5 എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മളെ 65 / 5 അല്ലേ? 13 കിട്ടും. ശരിയല്ലേ? 13. ഓക്കെ, അപ്പൊ 13 പ്രാവശ്യം. ഓക്കെ, അപ്പൊ എന്നെ 13 കിട്ടി. അതായത് ഈ രണ്ട് സീക്വൻസിലെയും 13ാമത്തെ ടേം എന്തായിരിക്കും? സെയിം ആയിരിക്കും. 13ാമത്തെ ടേം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? ഈ എന്നിന് പകരം നിങ്ങൾ 30 ഇടുക, 2 × 13 + 61 ചെയ്യുക. അതേപോലെ ഇവിടെയും 7 × 13 - 4 ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കിക്കോ മക്കളെ, എത്ര കിട്ടും? രണ്ടും സെയിം ടേമുകൾ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഈ സീക്വൻസിൽ രണ്ടുപേരും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ ചോദ്യം? ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7? അല്ലെ, 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 7ന്റെ മൾട്ടിപ്പിൾസ് ആയ 3-digit നമ്പേഴ്സ് അല്ലെ. നമുക്കറിയാം 3-digit നമ്പേഴ്സ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 100 നിന്നാണ് അല്ലെ. 100 മുതൽ 999 വരെയുമാണ് നമ്മൾ 3-digit നമ്പേഴ്സ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിൽ 7ന്റെ മൾട്ടിപ്പിൾസ് ഉള്ള 3-digit നമ്പേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, അപ്പൊ അതെങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം 100 മുതൽ 999 വരെ. എങ്ങനെ അറിയും? 7ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു പോകും? 7ന്റെ ടേബിളിൽ മൊത്തമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകും. ശരിയല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 100 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം അല്ലെ. അപ്പൊ 100 / 7. ഓക്കെ അല്ലേ? എത്ര പ്രാവശ്യം പോകും? 10 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. 7 പോയി, ബാക്കി 3 0 ഇറക്കി ഇടുന്നു. ഓക്കെ അല്ലേ? 30 അല്ലെ. 30 എത്ര പ്രാവശ്യം പോകും? 30 നമുക്കറിയാം 7ന്റെ ടേബിളിൽ 4 പ്രാവശ്യം 28 പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി 2. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എത്രയാ? 2 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇത് എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. കാര്യം 7ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ 100 7ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ എത്ര വന്നേനെ? റിമൈൻഡർ 0 വന്നേനെ. ശരിയല്ലേ? റിമൈൻഡർ 0 വരുന്ന വേണം. ഓക്കെ, അപ്പോൾ 100 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതാരാ? നമുക്ക് നോക്കാം. 101 7ന്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കാം. ഡിവൈഡ് ബൈ 7 ചെയ്യാം. ഓക്കെ, എത്ര പ്രാവശ്യം പോകും? 7ന്റെ ടേബിളിൽ 10 ഒരു പ്രാവശ്യം, 7 പോയി, ബാക്കി 3 1 ഇറക്കി ഇടുന്നു. 4 പ്രാവശ്യം 28 പോയി, ബാക്കി 3. റിമൈൻഡർ എത്ര? 3 അല്ലേ? അപ്പോൾ 101 എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ ഇല്ല. ഓക്കെ, അതേപോലെ അടുത്ത ചെയ്യാം. 102. ഓക്കെ, ചെയ്ത് നോക്കാം. എത്ര പ്രാവശ്യം പോകും? 10 ഒരു പ്രാവശ്യം, 7ന്റെ ടേബിളിൽ 7 പോയി, 3 2. ഓക്കെ, 32 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം 28 എന്ന് പോകും അല്ലേ. എത്ര കിട്ടും? റിമൈൻഡർ 4 കിട്ടും. അതും 7ന്റെ മൾട്ടിപ്പിൾ അല്ല.
103 ചെയ്ത് നോക്കാം. 103 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 7 പോകും, ബാക്കി 3 ഓക്കെ. 4 പ്രാവശ്യം 28 പോവും, ബാക്കി റിമൈൻഡർ എത്ര വരും? 5 വരും. ശരിയല്ലേ? അതും 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ. അടുത്ത 104 ചെക്ക് ചെയ്താലും നമുക്ക് റിമൈൻഡർ എത്ര വരും? 6 വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 105 ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. 105 7 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ്. ഒരു പ്രാവശ്യം 7 പോയി, ബാക്കി 5 പേർക്ക് കിട്ടും. 5 പ്രാവശ്യം 35 പോയി, എത്ര വരും? റിമൈൻഡർ 0 വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 105 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് 100 മുതൽ 999, ഓക്കെ, 100 മുതൽ 999 വരെയുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുക്കുന്നതാണെങ്കിൽ അതിലാദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ ആരാ? 105 ആണ്. ഓക്കെ, 105 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണെന്ന് പറയാം? 105 ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? നമുക്ക് ലാസ്റ്റ് ടേം അറിയാം. ഇതേപോലെ തന്നെ നമുക്ക് എന്തായാലും ലാസ്റ്റ് ടേം എത്രയാണെന്ന് അറിയണം. ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഇതേ ഇപ്പം ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്ക് ചെയ്ത് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് വരാം. ഓക്കെ അല്ലേ? 7ന്റെ ടേബിൾസ് 7ന്റെ മൾട്ടിപ്പിൾ ആരാണെന്ന് കണ്ടുപിടിക്കുക, ബാക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരാം. ഓക്കെ. അപ്പോൾ 7ന്റെ ടേബിളിൽ 9, ഓക്കെ, പ്രാവശ്യം പോയി, പ്രാവശ്യം 7 പോയി, ബാക്കി 2 29 അല്ലേ? 4 പ്രാവശ്യം 28 പോയി, ബാക്കി 1. ഓക്കെ, 9 ഇറക്കി ഇടുന്നു, ബാക്കി 19. 2 പ്രാവശ്യം എത്ര പോകും? 14 പോവും, ബാക്കി 5 വരും. ശരിയല്ലേ? അപ്പോൾ 999 എന്തല്ല? മൾട്ടിപ്പിൾ അല്ല. ആണെങ്കിൽ റിമൈൻഡർ 0 വന്നേനെ. ഇനി 998 ആണോ നോക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം 7 പോയി, ബാക്കി 2 വരുന്നു. 9, ഓക്കെ, 4 പ്രാവശ്യം 28 പോയി, ബാക്കി 1, 18. എന്ത് ചെയ്യൂല? റിമൈൻഡർ എത്ര വരും? 2 പ്രാവശ്യം 14 പോയി, ബാക്കി റിമൈൻഡർ 4 വരും. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് പോവാം. 997 ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എത്ര പ്രാവശ്യം പോയി? പ്രാവശ്യം 7 പോയി, ബാക്കി 1, 19, 29, 4, 28, ബാക്കി 1, 17 അല്ലേ? 2 പ്രാവശ്യം 14 പോയി, ബാക്കി 3 വരും അല്ലേ? അപ്പോൾ 996 എടുത്താൽ റിമൈൻഡർ നമുക്കറിയാൻ പറ്റും എത്ര വരും? 2 വരും. ഇനി ഒരു പാറ്റേൺ നോക്കിയാൽ മതി അല്ലേ? 2 വരും. അതേപോലെ 995 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കിയാലോ എത്ര വരും? നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം 7 പോയി, ബാക്കി 2, 9, 4 പ്രാവശ്യം 28 പോയി, ഓക്കെ, ബാക്കി 1, 15 അല്ലേ? 2 പ്രാവശ്യം 14 പോകും, ബാക്കി 1 വരും. അപ്പോൾ അത് വരില്ല. അങ്ങനെയാണെങ്കിൽ 994 ഡിവൈഡ് ബൈ 7 ചെയ്യാം അല്ലേ? ഒരു പ്രാവശ്യം 7 പോയി, ബാക്കി 2, 9, 4 പ്രാവശ്യം 28 പോയി, ബാക്കി 1, 4, 2 പ്രാവശ്യം 14 പോയി, ബാക്കി 0. ശരിയല്ലേ? അപ്പോൾ 7ന്റെ ടേബിളിൽ 994 എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കാരണം റിമൈൻഡർ 0 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 100 മുതൽ 999 വരെയുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ ആയ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയായിരിക്കും? 994 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ചോദ്യം ഇതല്ല. നമ്മുടെ ചോദ്യം എന്താ? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 7 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര പേരുണ്ട്? ഓക്കെ, നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം ഫസ്റ്റ് ടേം 105 ആണ് അല്ലേ? ഇതിനൊരു സീക്വൻസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പം തുടങ്ങുന്നത് 105 നിന്ന്. ഓക്കെ അല്ലേ? ഇതിങ്ങനെ പോയി എവിടെ എത്തും? 994 വരെയും വരും. ഓക്കെ അല്ലേ? ഇതിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദിച്ചിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇപ്പം 105 ഫസ്റ്റ് ടേം ആണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുമ്പോൾ ഇതിനോട് എന്ത് കൂട്ടിയാൽ മതി? അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 105നോട് 7 കൂട്ടണം. ശരിയല്ലേ? 105നോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ 113 വരും. 112 വരും. ഓക്കെ അല്ലേ? 112 ആയിരിക്കും അടുത്ത ടേം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്, എത്ര ആളുകൾ ഉണ്ടെന്നാണ് നമുക്കറിയണം. ഓക്കെ, ഒരു സീക്വൻസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ചെയ്യുകയാണെങ്കിൽ a പ്ലസ് 1. ഓക്കെ അല്ലേ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, ഇട്ട് കൊടുക്കുക 994 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 105 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര? 7 പ്ലസ് 1. ഓക്കെ അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 994 മൈനസ് 105 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 889 കിട്ടും. ഡിവൈഡഡ് ബൈ 7 അല്ലേ? ഡിവൈഡ് ബൈ 7 പ്ലസ് 1 889 ഡിവൈഡ് ബൈ 7 ചെയ്താൽ 127 പ്ലസ് 1. ഓക്കെ അല്ലേ? എത്ര കിട്ടും?
128 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 105 മുതൽ 994 വരെയും എത്ര ടേംസ് ഉണ്ട്? 128 ടേംസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് 7ന്റെ മൾട്ടിപ്പിളിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് പേരുണ്ടാവും, 128 പേരുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇഫ് 17th term of arithmetic sequence is 7 more than the 10th term, find the common difference of this sequence. Okay, if 17th term of an arithmetic sequence is 7 more than the 10th term. Okay, ഒരു arithmetic sequenceന്റെ 17th term നമുക്ക് വിളിക്കാം x7 അല്ലേ? ഇത് എന്തിനോട് ഈക്വലാ? 7 more than the 10th term. 10th ടേമിനേലും 7 കൂടുതലാണ്. 10th ടേമിനേലും 7 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ജനറൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ലോജിക് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ജനറൽ ഫോർമുല ഉപയോഗിക്കാം. 17th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വിളിക്കാം? എഫ് പ്ലസ് 16d അല്ലേ? എഫ് പ്ലസ് 16d ആണെന്ത് 17th ടേം. അതേപോലെ 10th ടേം എന്ന് പറയുമ്പോൾ എന്താ? എഫ് പ്ലസ് 9d ആണ്. ഓക്കെ, പ്ലസ് 7. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എഫ് പ്ലസ് 16d is equal to എഫ് പ്ലസ് 9d പ്ലസ് 7. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടിലും എഫ് ഉണ്ട് അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സെയിം ആയിട്ടുള്ള ആളുകളെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 16d is equal to 9d പ്ലസ് 7 കിട്ടി. ഓക്കെ അല്ലേ? ഞാൻ ഈ 9d ഇപ്പുറത്തോട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താവും? 16d മൈനസ് 9d is equal to 7. ഓക്കെ, അപ്പോൾ 16dയിൽ നിന്ന് 9d കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 7d കിട്ടും അല്ലേ? 7d is equal to 7. അപ്പോൾ t is equal to 7/7. അതായത് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. The algebraic form of the sum of an arithmetic sequence is 2n square plus 4n. ഓക്കെ, അപ്പോൾ ഒരു arithmetic sequenceന്റെ algebraic form, സമ്മിന്റെ algebraic form. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സമ്മിന്റെ algebraic form എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2n square plus 4n ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ Sn is equal to 2n square plus 4n. ഓക്കെ, പിന്നെ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. സിമ്പിൾ. ഈ ഇക്വേഷനിലേക്ക് algebraic form സമ്മിന്റെ ആയിക്കോട്ടെ സീക്വൻസിന്റെ ആയിക്കോട്ടെ algebraic form ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇപ്പോൾ 2 × 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 + 4 × 1 എന്ന് പറയുമ്പോൾ 4. 2 + 4 is equal to എത്രയാണ്? 6. ഫസ്റ്റ് ടേം 6. ഓക്കെ, ഇനി ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഒരു എളുപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സമ്മിന്റെ algebraic എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സമ്മിന്റെ algebraic എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താ? n സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഡബിൾ. n സ്ക്വയറിന്റെ കൂടെയുള്ള ആളുടെ ഡബിൾ. n സ്ക്വയറിന്റെ കൂടെ ഇവിടെ 2 ആണ്. 2ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. ഇനി അടുത്ത ചോദ്യം. ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് is to be added to get the sum 240. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ ഈ സീക്വൻസിന്റെ തുടക്കം മുതൽ ഫസ്റ്റ് മുതൽ എത്ര ടേംസിനെ ആഡ് ചെയ്താലാണ് സമ്മ് 240 കിട്ടുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പം എന്തുണ്ട്? സമ്മ് കണ്ടുപിടിക്കാനുള്ള algebraic എക്സ്പ്രഷനിൽ സമ്മിന്റെ algebraic എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനാണ്? സമ്മ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള algebraic എക്സ്പ്രഷൻ എത്രയാണെന്ന് അറിയാം. Sn is equal to എത്രയാണെന്ന് അറിയാം? 2n square plus 4n ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സമ്മ് എത്ര കിട്ടണം? സമ്മ് എത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ 240 കിട്ടണം. ഓക്കെ, സമ്മ് എത്ര കിട്ടണം? 240 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര ടേംസ് എടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, 2n സ്ക്വയർ അല്ലേ? 2n സ്ക്വയർ പ്ലസ് 4n is equal to 240. ഓക്കെ, ഇത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ എന്താ? 2 കോമൺ ആണ് അല്ലേ? 3 ടേംസിലും 2 കോമൺ ആണ് അല്ലേ? 2ന്റെ ടേബിൾ 2 4ഉം 240 ഒക്കെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനും മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചെറുതാക്കാൻ വേണ്ടി 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇവിടെ 2 2 ക്യാൻസലായി. അപ്പോൾ n സ്ക്വയർ പ്ലസ് 4/2 എന്ന് പറയുമ്പോൾ 2n is equal to 240/2 എന്ന് പറയുമ്പോൾ 120. ഓക്കെ അല്ലേ?
ഓക്കെ. അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n ഇസ് ഈക്വൽ ടു 120. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. സെക്കൻഡ് ഡിഗ്രിയും നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസും കൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. എന്താ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം അല്ലേ. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്? n സ്ക്വയർ പ്ലസ് 2n അല്ലേ. എന്നിൻ്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. എന്നിൻ്റെ കൂടെയുള്ള ആൾ 2 ആണ്. 2ൻ്റെ പകുതി 1 സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഷോർട്ട് ആക്കി എഴുതുമ്പോൾ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന് എഴുതാം. ഓക്കെ അല്ലേ. ഇസ് ഈക്വൽ ടു 120 പ്ലസ് 1. ഓക്കെ. അപ്പോൾ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 121. അപ്പോൾ n പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 121. അപ്പോൾ n is equal to n plus 1 is equal to 11. ഓക്കെ അല്ലേ. അപ്പോൾ n is equal to 11 മൈനസ് 1 n is equal to 10. ഓക്കെ. അപ്പോൾ n എത്രയാണ്? 10. അതായത് സമ്മ് 240 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സീക്വൻസിൽ എത്ര പേര് ആഡ് ചെയ്യണം? 10 പേര്. 10 പേരുടെ സമ്മായിരിക്കും 240 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് 1 പ്ലസ് 2 പ്ലസ് 3 അല്ലേ. ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കുക അല്ലേ. നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. Sn ഇസ് ഈക്വൽ ടു n/2 ഓക്കെ ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ അല്ലേ. അപ്പോൾ Sn ഇസ് ഈക്വൽ ടു n/2. ഓക്കെ. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ 20 വരെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം 20 ടേംസാണ് ഉള്ളത്. അപ്പോൾ 20/2 ഇൻറ്റു x1 1 ആണ് ഫസ്റ്റ് ടേം 1 ആൻഡ് x എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം എത്രയാണ്? 20 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ 20/2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 21 ഈക്വൽ ടു 3 210. ഓക്കെ അല്ലേ. അപ്പോൾ എ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? 210. ഇനി കാൽക്കുലേറ്റ് 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ 60 വരെ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് അറിയണം. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? n is equal to എത്രയാണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ d പ്ലസ് 1. ഓക്കെ അല്ലേ. ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എ നിർത്താലും മതി. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ടേം 60 മൈനസ് ലാസ്റ്റ് ടേം ഇവിടെ 60 മൈനസ് ഫസ്റ്റ് ടേം 3 ഡിവൈഡ് ബൈ ഡി എന്ന് പറയുന്നത് 3 പ്ലസ് 1. ഓക്കെ അല്ലേ. 60 മൈനസ് 3 എന്ന് പറയുമ്പോൾ 57/3 പ്ലസ് 1. ഓക്കെ. 57/3 എന്ന് പറയുന്നത് എത്രയാണ്? 19 അല്ലേ. 19 അല്ലേ. 19 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 20. ഓക്കെ. അപ്പോൾ n കിട്ടി, നമ്പർ ഓഫ് ടേംസ് കിട്ടി, 20 ആണ് ഈ സീക്വൻസിൽ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് സമ്മാൻ പിടിക്കാമല്ലോ. Sn ഇസ് ഈക്വൽ ടു എത്രയാ? ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ അല്ലേ. n/2 20/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 3 പ്ലസ് xn എന്ന് പറയുന്നത് 60. ഓക്കെ അല്ലേ. അപ്പോൾ 20/2 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 63 630. ഓക്കെ. ഇനി എന്താ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് ഓൾജിബ്രായിക് ഫോം ഇസ് xn ഇസ് ഈക്വൽ ടു 3n പ്ലസ് 2. ഓക്കെ. അപ്പോൾ 3n പ്ലസ് 2 എന്ന് പറയുന്ന ഓൾജിബ്രായിക് ഫോമുള്ളൊരു എന്തുണ്ട് ഇക്വേഷൻ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് 20 ടേംസ് S20 20 ടേംസിൻ്റെ സമ്മ് എത്രയാണെന്ന് അറിയണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാലോ. നമുക്ക് കോമൺ ഡിഫറൻസ്. ഓക്കെ. സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ആരാ? എന്നിൻ്റെ കൂടെയുള്ള ആൾ 3. ഓക്കെ. ഇനി ഫസ്റ്റ് ടേം അറിയണം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്നിന് പകരം എന്ത് ഇട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 3 പ്ലസ് 2 എത്രയാ? 5. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് 20 പേരുടെ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റത്തെ ആളാരാ? 20ാമത്തെ ആളാണ്. അപ്പോൾ 20ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 20ാമത്തെ ആളെ x20 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് n വരും 20 ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ. 3 ഇൻറ്റു 20 60 പ്ലസ് 2. ഓക്കെ. അപ്പോൾ 62. ക്ലിയർ. ഓക്കെ അല്ലേ. ഇനി ഇതിലെ 20 പേരുടെ സമ്മം. ഓക്കെ. S20 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ. n/2 എന്ന് പറയുമ്പോൾ 20 പേരാണ്. 20/2 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ 5 പ്ലസ് xn എന്ന് പറയുമ്പോൾ 62. ഓക്കെ അല്ലേ. 20/2 എന്ന് പറയുമ്പോൾ 10 5 പ്ലസ് 62 എന്ന് പറയുമ്പോൾ 67 ഇസ് ഈക്വൽ ടു 670. ഓക്കെ അല്ലേ.
670 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. The sum of first n terms of an arithmetic sequence is 3n² plus n. ഓക്കെ, ഒരു സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 3n² plus n. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. ആദ്യത്തെ ടേമും ആദ്യത്തെ 2 ടേംസിന്റെ സമം കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യത്തെ ടേം കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമുക്ക് എന്നിന് പകരം 1 ഇട്ട് കൊടുക്കാം. 3 × 1² plus 1. ഓക്കെ അല്ലേ, 3 × 1² എന്ന് പറയുമ്പോൾ 3 × 1 plus 1, 3 plus 1 എത്രയാ 4. ഓക്കെ അല്ലേ, ഇനി സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്, 2 പേരുടെ സം കണ്ടുപിടിക്കണം. ഓക്കെ, സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ, അപ്പൊ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനിലേക്ക് എന്നിന് പകരം 2 ഇട്ട് കൊടുത്താൽ മതി, 2 പേരുടെ സം കിട്ടും. ഓക്കെ അല്ലേ, അപ്പൊ ഇക്വേഷനിലേക്ക് എന്നിന് പകരം 2 ഇട്ട് കൊടുക്കുക. 3 × 2² plus 2, അപ്പൊ 3 × 4 plus 2, 3 × 4 എന്ന് പറയുമ്പോൾ 12 plus 2 എത്രയാ 14. ഓക്കെ, അപ്പൊ 2 പേരുടെ സം എത്ര, രണ്ടാമത്തെ ടേം അല്ല, 2 പേരുടെ സം എത്രയാണ് 14 ആണ്. ഓക്കെ, ട്രൈ ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയാണ്, സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എന്താണ് ഇത്. അപ്പൊ അതിനെന്തൊക്കെ വേണം, കോമൺ ഡിഫറൻസ് വേണം അല്ലെ, പിന്നെ ബിയും വേണം. ഓക്കെ, ബി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, ഫസ്റ്റ് ടേം അറിയണം, ബിയും വേണം. ഓക്കെ അല്ലേ, നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം കോമൺ ഡിഫറൻസ്. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n² കൂടിയുള്ള ആളുടെ ഡബിൾ. ഓക്കെ, അപ്പൊ n² കൂടിയുള്ള ആൾ 3 ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ് ഫസ്റ്റ് ടേം ഓൾറെഡി നമുക്ക് 4 ആണെന്ന് അറിയാം. ഇനി ബി എന്ന് പറയുമ്പോൾ f - a ആണ്. അപ്പോൾ 4 - 6 അല്ലെ, 4 - 6 എന്ന് പറയുമ്പോൾ -2 ആണ് ബി. ഓക്കെ അല്ലേ, ഇനി നമുക്ക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. xn = an + b. a എന്ന് പറയുമ്പോൾ 6n plus b എന്ന് പറയുമ്പോൾ -2, അതായത് 6n - 2 ആണ് ഇവിടുത്തെ സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ, അപ്പോൾ അടുത്ത ചോദ്യം. ഓക്കെ, the algebraic form of an arithmetic sequence is 5n - 3n. ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയാ, 5 - 3n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ, some statements about this sequence are given below. All terms of the sequence are natural numbers. ഈ സീക്വൻസിലെ എല്ലാ ടേംസും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നാണ് പറയുന്നത്. ആണോ? ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാ, സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്നിന്റെ കൂടെയുള്ള ആളാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. ഇവിടെ എന്നിന്റെ കൂടെ എത്രയാ, -3 ആണ്. എന്നിന്റെ കൂടെ -3 ആണ്, അതായത് ഈ സീക്വൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ് ഈ സീക്വൻസ് എന്തിലേക്ക് പോകും, നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റൂല, ഈ സീക്വൻസിലെ എല്ലാ ടേംസും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഇനി ഇഫ് വി സബ്സ്ട്രാക്ട് 3 ഫ്രം ദ 10th ടേം, 10ാമത്തെ ടേമിൽ നിന്ന് 3 സബ്സ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് ദ 11th ടേം, നമുക്ക് 11ാമത്തെ ടേം കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 10ാമത്തെ ടേം എന്ന് പറയുന്നത് 5 - 3n അല്ലേ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ 10ാമത്തെ ടേം എന്ന് പറയുമ്പോൾ x10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 5 - 3 × 10 അല്ലെ. 5 - 3 × 10 എന്ന് പറയുമ്പോൾ 5 - 30. ഓക്കെ, 5 - 30 എന്ന് പറയുമ്പോൾ -25 ആണ് 10ാമത്തെ ആൾ. ഓക്കെ അല്ലേ, ഈ -25ന്റെ കൂടെ എന്ത് ചെയ്താൽ, ഇഫ് വി സബ്സ്ട്രാക്ട് 3 സബ്സ്ട്രാക്ട് ചെയ്താൽ, അപ്പോൾ -25നോട് നമ്മൾ 3 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 11th ടേം കിട്ടുമെന്ന് പറയണം അല്ലേ. -25 - 3 എന്ന് പറയുമ്പോൾ -28 കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേ, നമുക്ക് -25 ആണ് നമ്മുടെ 10ാമത്തെ ടേം. ഓക്കെ അല്ലേ, കോമൺ ഡിഫറൻസ് നമുക്കറിയാം -3 ആണ്. നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്, -3 ആണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, -25 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ, -3 അല്ലേ. അപ്പോൾ -25 - 3 എന്ന് പറയുമ്പോൾ എത്രയാണ്, -28 ആണ് നമ്മൾ 11th ടേം. 10ാമത്തെ ടേമിനോട് കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, 11ാമത്തെ ടേം കിട്ടാം. അപ്പോൾ അത് എത്രയാണ്, -28 ആണ്. നമ്മളിവിടെ 3 മൈനസ് ചെയ്തപ്പോൾ -28. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇനി ഇഫ് വി ആഡ് 5 ടു ദ 10th ടേം ഓഫ് ദി സീക്വൻസ് വി ഗെറ്റ് ദ 11th ടേം. നമ്മൾ 10th ടേമിന്റെ കൂടെ 5 ആഡ് ചെയ്താൽ, 10th ടേം എന്ന് പറയുമ്പോൾ -25 ആണ്. ഇതിന്റെ കൂടെ 5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 11th ടേം കിട്ടുമെന്നാണ് പറയണത് അല്ലേ. അപ്പോൾ -25 + 5 എന്ന് പറയുമ്പോൾ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം 20 -20 ആണ് കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം 11th ടേം എന്ന് പറയുന്നത് എത്രയാ, -28 ആണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല, ഇത് സെയിം അല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ അല്ലേ. ഇനി ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദി സീക്വൻസ് ഇസ് 2. ഈ സീക്വൻസിലെ ഏറ്റവും വലിയ നമ്പർ 2 ആണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം,
ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് നോക്കാം. 5 × 3 5 മൈനസ് 3 എന്നാണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ 5 മൈനസ് 3 × 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 3, അതായത് 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. കോമൺ ഡിഫറൻസ് -3 ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 മൈനസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരാൻ വേണ്ടി പോകുന്ന ടേം എത്രയാണ്? -1 ആണ്. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഈ സീക്വൻസിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. കാര്യം ഫസ്റ്റ് ടേം 2 ആണ്, പിന്നെ വരുന്നതെല്ലാം എന്താണ്? പുറകിലോട്ടാണ് പോകുന്നത്, അപ്പോൾ കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 2 ആണ് ഈ സീക്വൻസിലെ ലാർജസ്റ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സെയിം കറക്റ്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്മളെ ഓപ്ഷൻസ് 2 and 4 അല്ലേ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, calculate the sum of first n terms of arithmetic sequence with nth term 5n plus 1. ഓക്കെ, ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന്റെ nth ടേം അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5n plus 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കുക. ഇതിന്റെ എന്താ കണ്ടുപിടിക്കുക? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെയ്താൽ എത്ര കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ ഇതിന്റെ കൂടെയുള്ള ആൾ 5. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് 5 × n പകരം 1 ഇട്ട് കൊടുക്കുക. 5 × 5 plus 1, ഓക്കെ 6 കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബി കണ്ടുപിടിച്ച് നോക്കാം. ബി എന്ന് പറയുന്നത് f മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ 6 മൈനസ് 5 എന്ന് പറയുമ്പോൾ 1. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് എന്താ? സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ആ സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/2n² പ്ലസ് f മൈനസ് a/2n. ഓക്കെ അല്ലേ? അപ്പോൾ a/2n², a/2 എന്ന് പറയുമ്പോൾ എത്രയാ? 5/2n² പ്ലസ് f എന്ന് പറയുമ്പോൾ 6 അല്ലേ? 6 മൈനസ് a/2 5/2n. ഓക്കെ അല്ലേ? 5/2n² പ്ലസ് 6 മൈനസ് 5/2. 6 മൈനസ് 5/2 നമുക്ക് ഇവിടെ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 612 മൈനസ് 5/2n. ഓക്കെ അല്ലേ? അപ്പോൾ 5/2n² പ്ലസ് 12 മൈനസ് 5. ഓക്കെ, 12 നിന്ന് 5 കുറച്ചാൽ എത്രയാ? 7/2n. ഓക്കെ, ഇതാണ് നമ്മളെ ഈ സീക്വൻസിന്റെ 5n plus 1 എന്ന് പറയുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉള്ള സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ടേം 5n plus 4. ഓക്കെ, 5n plus 4 ഉള്ള അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ 5n plus 4 എന്ന് പറയുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ 20 പേരുടെ സമ്മിനേലും എത്ര കൂടുതലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സീക്വൻസിന്റെ 20 പേരുടെ സം. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ഒരു രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ അല്ലേ? രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 5n plus 4 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം എ എത്രയാണ്? 5 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 5 × 1 plus 4 എന്ന് പറയുമ്പോൾ 5 plus 4 9 ആണ്. ഇനി ബി എന്ന് പറയുമ്പോൾ f മൈനസ് എ അല്ലേ? 9 മൈനസ് 5 എന്ന് പറയുമ്പോൾ 4 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുത്താൽ എന്തെന്ന് പറയുക? Sn is equal to a/2n² പ്ലസ് f മൈനസ് a/2n. ഓക്കെ, അപ്പോൾ a/2 എന്ന് പറയുമ്പോൾ 5/2n² പ്ലസ് f മൈനസ് a/2 അല്ലേ? f മൈനസ് a/2 എന്ന് പറയുമ്പോൾ f എത്രയാണ്? 9 അല്ലേ? 9 മൈനസ് 5/2n. ഓക്കെ, അപ്പോൾ 5/2n² പ്ലസ് 9 മൈനസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 മൈനസ് 5/2n, അതായത് 5/2n² പ്ലസ് 18 മൈനസ് 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം 13 അല്ലേ? 13/2n എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ നമുക്കറിയേണ്ടത്? ഈ രണ്ട് സീക്വൻസിൻ്റെയും 20 പേരുടെ സം, ആദ്യത്തെ 20 പേരുടെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ്, ഈ സീക്വൻസിൻ്റെയും ഈ സീക്വൻസിൻ്റെയും. ഓക്കെ, രണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ സീക്വൻസിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 5/2n² പ്ലസ് 7/2n അല്ലേ? 7/2n ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 20 പേരുടെ സം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 20 പേരുടെ സം എന്ന് പറയുമ്പോൾ എന്താ? 5/2 × n² എന്ന് പറയുമ്പോൾ 20²
പ്ലസ് 7/2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 20 അല്ലേ. അപ്പോൾ 5/2 ഇൻറ്റു 20ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 പ്ലസ് 7/2 ഇൻറ്റു 20. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ, 10 പ്രാവശ്യം പോകും, ശരിയല്ലേ. 7 ഇൻറ്റു 10. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ 200. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 200 പ്ലസ് 7 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 70. ഓക്കെ അല്ലേ. 5 ഇൻറ്റു 200 എന്ന് പറയുമ്പോൾ 1000 പ്ലസ് 70. അപ്പോൾ എത്ര കിട്ടി, 1070 കിട്ടി. ഫസ്റ്റത്തെ സീക്വൻസിൻ്റെ 20 പേരെ സം. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തെ സീക്വൻസിൻ്റെ എന്തായിരുന്നു സമ്മറ്റിക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരുന്നു, 5/2 n സ്ക്വയർ പ്ലസ് 13/2 n അല്ലേ, പ്ലസ് 13/2 n. നമുക്കിവിടെ 20 പേരെ സം കണ്ടുപിടിച്ച് നോക്കാം. 5/2 n സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ. ഓക്കെ, പ്ലസ് 13/2 ഇൻറ്റു 20. 5/2 ഇൻറ്റു 400 പ്ലസ് 13/2 ഇൻറ്റു 20. ഇവിടെ ക്യാൻസൽ ചെയ്ത് 10 ഇവിടെ ക്യാൻസൽ ചെയ്ത് 200 ആയി. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 200 പ്ലസ് 30 ഇൻറ്റു 10. ഓക്കെ അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 1000 പ്ലസ് 13 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 130. ഓക്കെ അല്ലേ. അപ്പോൾ 1130. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സീക്വൻസിൻ്റെ സമ്മ് 20 പേരെ സമ്മ് 1070. രണ്ടാമത്തെ സീക്വൻസിൻ്റെ 20 പേരെ സമ്മ് 1730. ഇനി എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കാൻ ഈ രണ്ട് സമ്മും കൂടി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 1730 മൈനസ് 1070. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 1730 1070 മൈനസ് ചെയ്താൽ നമുക്കറിയാം എത്ര കിട്ടും, 60 കിട്ടും അല്ലേ, 60 കിട്ടും, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാ, 60. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സീക്വൻസിൽ നിന്ന് 60 കൂടുതലാണ് രണ്ടാമത്തെ സീക്വൻസിൽ 20 പേരെ സം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തത്. ഓക്കെ, നല്ല രീതിയിൽ ആദ്യം ഇക്വേഷൻസ് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.